വേറൊരു കാര്യം പറയാനാണ് വന്നത്. ഇപ്പം എൻ്റെ ചികിത്സ നിങ്ങൾക്കറിയാം, ഫസ്റ്റ് കീമോ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത കീമോ മറ്റന്നാളാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ കിട്ടിയാൽ ഞാൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ കോൺടാക്ട് ചെയ്യും മാനേജറുടെ പറഞ്ഞാൽ. പക്ഷേ ഡോക്ടേഴ്സ് ഇന്നലെ എനിക്കൊരു ഇനോഗ്രേഷൻ വന്നു, നാളെ ഒരു ഇനോഗ്രേഷൻ ഉള്ളതായിരുന്നു തൃശ്ശൂർ. പക്ഷേ ചെയ്യാൻ പറ്റില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കത്തില്ല. അതങ്ങനെയാണ്. കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പം പ്രോഗ്രാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഇന്നലെയാണ് ഞാൻ അറിയുന്നത്, സത്യം പറഞ്ഞാൽ. സോ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ റിക്കവറായിട്ട് വരുമ്പോൾ നിങ്ങൾ എനിക്കുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തരുമെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല മനസ്സുകളുടെ സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഋതപ്പന് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, അമ്മയുടെ പഴയ മുടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് കൊണ്ട് കാണിക്കാം, അമ്മ ഇതുപോലെ ആകണേന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോഴത്തേന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല, നമുക്കിപ്പൊ അതിനുള്ള ഇതൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ICUലായിരുന്നു ഇത്രയും ദിവസം. ഒരുപാട് പേര് എന്നെ, ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മരുന്നൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവരെന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒക്കെ കാണിച്ചു തരാം. രേണു, നിങ്ങളെ കണ്ടന്റ് ആക്കണ്ട എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അത് സമ്മതിക്കുന്നില്ല. കീമോ ചെയ്തു നിൽക്കുന്ന നിങ്ങൾ ഹെൽത്ത് നല്ലപോലെ കെയർ ചെയ്യേണ്ട സമയമാണ്. പൊതുസ്ഥലത്തേക്ക് ഇറങ്ങാതെയും വീട്ടിലേക്ക് വരുന്നവരിൽ നിന്ന് ഇൻഫെക്ഷൻ വരാതെയും നോക്കേണ്ട സമയമാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. ക്യാൻസർ വന്ന ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. രേണുവിന് 4th സ്റ്റേജ് ആണെന്നും സീരിയസ് ആണെന്നും പറഞ്ഞതൊക്കെ അവർ തന്നെയാണ്. എന്നിട്ടാണ് ഇത്രയ്ക്കും കെയർലെസ് ആയി നടക്കുന്നത്. മൊബൈലിന്റെ റേഡിയേഷൻ പോലും കൊടുക്കുന്നത് നല്ലതല്ലാത്ത സമയമാണ് ഇപ്പോൾ. പക്ഷേ രേണു ചെയ്യുന്നതോ എല്ലാം വിപരീതമാണ്. മുമ്പ് സുധിയെ വിറ്റ് ജീവിച്ചു, ഇപ്പോൾ ക്യാൻസറിനെ വിറ്റ് ജീവിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. ഒരുപാട് ഹെയ്റ്റ്സാണ് രേണുസുധിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പോയി ഒരു പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പ്രൊമോഷൻ കൊടുത്ത സെന്ററിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ട്? അവർക്കെല്ലാവർക്കും നിങ്ങൾ ഫ്രീ ആയിട്ട് മുടി വെച്ച് കൊടുക്കാറുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് വെറും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ രേണുസുധിയെ വെച്ച് ഇപ്പോൾ പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പ്ലാന് പക്ക ബിസിനസ് പ്ലാൻ മാത്രമാണ്, അല്ലാതെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ ചെയ്തതൊന്നും. ലോകത്തിലെ ആദ്യത്തെ ക്യാൻസർ രോഗിയാണ് രേണുസുധി എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രോഗത്തെ വിറ്റ് കാശാക്കുന്നവൾ, സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുന്നവൾ എന്നിങ്ങനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം മനസ്സിന് ശാന്തിയും സമാധാനവും വേണ്ടിയ സമയമാണ്. പക്ഷേ രേണുവിന് അത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ രേണുസുധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിയുടെ ഓരോ വീഡിയോക്ക് താഴെ വല്ലാത്ത കമൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോക്ക് താഴെ വരുന്ന കമൻസുകളെല്ലാം രേണുസുധി കാണുമ്പോൾ പുള്ളിക്കാരിക്ക് എന്തായാലും വിഷമം വരും. കാരണം അത്രയ്ക്കും ഹെയ്റ്റ്സാണ് ഇപ്പോൾ രേണുസുധിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്തോളൂ, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തോളാം. പക്ഷേ നിങ്ങൾ ഇതുപോലത്തെ കോൺട്രോവേഴ്സീസ് എല്ലാം ഇടയ്ക്ക് വന്ന് സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ഈ സമയം ശരീരത്തിന് ഇൻഫെക്ഷൻ ഒന്നും വരാതെ സൂക്ഷിക്കേണ്ട സമയമാണ്. പക്ഷേ നിങ്ങൾ ഇതുപോലെ പൊതു ഇടങ്ങളിലേക്ക് പോയി പ്രൊമോഷൻസ് എല്ലാം എടുക്കുമ്പോൾ എത്രമാത്രം ഹെൽത്തിനെ അത് ബാധിക്കുമെന്ന് എന്താണ് ചിന്തിക്കാത്തത്? നിങ്ങളുടെ ഡോക്ടർ ഇതൊന്നും കാണുന്നുണ്ടാകില്ലേ? അറിയാം, നിങ്ങളുടെ അസുഖം ഇപ്പോൾ ചികിത്സിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാശ് വേണ്ടിയ സമയമാണ്. പക്ഷേ അതിനായി നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന മാർഗം നിങ്ങളുടെ ശരീരം തന്നെ നശിപ്പിക്കുന്ന തരത്തിലാണ്. ഇതുപോലെ പൊതുയിടങ്ങളിൽ പോയി നിങ്ങൾ ഇൻഫെക്ഷൻസ് ഒന്നും വാങ്ങിക്കാതിരിക്കൂ. കഴിവതും നിങ്ങളുടെ സുഹൃത്തുക്കളെ പോലും നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് വിളിക്കാതിരിക്കൂ. നിങ്ങളുടെ അസുഖമൊന്ന് സെറ്റിലായതിനു ശേഷം എല്ലാവരെയും കണ്ടാൽ മാത്രം മതി. കാരണം പല ആളുകളും പല പൊതുയിടങ്ങളിൽ പോയി വരുന്നവരാണ്. അവരിൽ നിന്ന് ചെറിയ ഒരു അണുബാധ മതി നിങ്ങളുടെ അസുഖം വൾഗറാവാൻ വേണ്ടി. സോ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രമാണ് എനിക്ക് രേണുസുധിയോട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സിമ്പതി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിമ്പതിയെല്ലാം ഇപ്പോൾ ഹെയ്റ്റാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസുഖമുള്ള കാര്യം നിങ്ങൾ ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് എപ്പോഴും ആ ട്യൂബെല്ലാം കാണിച്ചുകൊണ്ടേ നിൽക്കുന്നത്? അതിൻ്റെയൊന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്നവർക്ക് മുമ്പിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മുടി വലിച്ചു കാണിച്ചു കൊടുക്കുന്നത്? എത്രമാത്രം ശരീരത്തിന് വേദനയുള്ള സമയമാണിപ്പോൾ. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിച്ച് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഡെയിലി അപ്ഡേറ്റ്സുകളും ഇട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഇടയ്ക്കിടെ നാട്ടുകാരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പല പോസ്റ്റുകളും കാണാനിടയായി സുധിയുടെ ഫോട്ടോയുടെ അടുത്തിരുന്നു കൊണ്ട് അകലം കുറഞ്ഞു വരുന്നതായി തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് സിമ്പതി അല്ലെങ്കിൽ സെന്റിമെന്റൽ കാർഡ് പുറത്തെടുക്കുന്നത്? അതുപോലെ തന്നെ ഋതപ്പന്റെയും സുധിയുടെയും ഫോട്ടോ വെച്ചുകൊണ്ട് ഋതപ്പൻ എൻ്റെ മകൻ മാത്രമാണ്, അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ എഴുതി ചേർത്തിരുന്നില്ലേ? ആരാണ് നിങ്ങളെ അടുത്തു നിന്ന് ഋതപ്പനെ പറിച്ചു മാറ്റുവാൻ വേണ്ടി വരുന്നത്? ആരും വരില്ല. അവൻ്റെ അമ്മ നിങ്ങൾ മാത്രമാണ്. ആ മകൻ്റെ നല്ലൊരു അമ്മയായിട്ട് നിങ്ങൾ തിരിച്ചു വരണമെന്ന് തന്നെയാണ് പല ആളുകളും ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വെറുക്കുന്നവർ പോലും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന
സമയമായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ആ ഇഷ്ടം കളയാതിരിക്കുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ നോക്കണം. നെഗറ്റീവ്സ് ഒന്നും മനസ്സിലേക്ക് എടുക്കാതെ പോസിറ്റീവായി മാത്രം ചിന്തിച്ച് എത്രയും പെട്ടെന്ന് ഈ അസുഖത്തിൽ നിന്ന് കരകയറുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കിച്ചുവിനെ നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. പ്രായപൂർത്തിയായ ചെക്കനാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. പിന്നെ അവനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കുവാനോ ആരെയും അനുവദിക്കാതിരിക്കുക. എത്രയൊക്കെ തന്നെയായാലും സ്ഥാനം കൊണ്ട് നിങ്ങളാണ് ഇപ്പോഴും അവൻ്റെ അമ്മ. ആരെങ്കിലും അവനെ മോശമായി പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെക്കുറിച്ച് അങ്ങനെ പറയരുതെന്ന് പറയേണ്ട എല്ലാ അവകാശവുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതിനു പകരം അവനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒതുക്കി നിർത്തുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയെങ്കിലും രേണുവിനോട് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. എടാ കീമോക്കുട്ടാ, ഡാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനിയും എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോ മോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഇനി കൂട്ടു കൊടുക്കില്ല. ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ദാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിൻ്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോക്കുട്ടാ, എൻ്റെ മുത്തേ, ചക്കര പൊന്നെ. ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാകണമെന്ന് ശ്രമിക്കേണ്ട. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തോളുണ്ട്. അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും. പല കാര്യങ്ങൾ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒരു തീരുമാനം അതാണ്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാകണമെന്ന് ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാണ്. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തോളുണ്ട്. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ.
ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവരെ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിൻ്റെ നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ, അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ചി ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ചെയ്ത തെറ്റിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ഈ രാഹുൽ ദാസ് ചെയ്തേക്കുന്ന ഏറ്റവും വലിയൊരു ഇപ്പം അവന് എല്ലാവരും അവരുമായിട്ട് ചേർന്ന് ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ അവരോടുകൂടെ നിൽക്കുന്നൊരു സന്ദർഭമാണ്. ആ സമയത്ത് അവരെ നെഗറ്റീവ് ആക്കാനായിട്ടുള്ളൊരു പരിശ്രമമാണ് ചെയ്തത്. പക്ഷെ നെഗറ്റീവ് ആയത് രാഹുൽ ദാസ് ആണ്. ഒരിക്കലും രേണുസുതിയോ അവരുടെ കുടുംബമോ നെഗറ്റീവിലേക്ക് പോകത്തില്ല. കാരണം അവരെ സ്നേഹിക്കുന്നവർ ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. കാരണം അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ കൊച്ചുമകൻ്റെ, ഈ പറഞ്ഞ രാഹുൽ ദാസിൻ്റെ അനുജനായിട്ടുള്ള ഋതുൽ ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പം തീർച്ചയായിട്ടും അവരുടെ വളർത്തുമകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. ബിഷപ്പിന്റെ ഈ വാക്കുകളെല്ലാം കേട്ടതിനു ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അച്ഛനോടുള്ള എല്ലാ റെസ്പെക്റ്റോടും കൂടിയാണ് ഞാനിത് പറയാൻ പോകുന്നത്. എൻ്റെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മുൻകൂറായി തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒന്നും പറയാതിരുന്ന കിച്ചുവിനെ ആദ്യം സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തത് ആരാണ്? രേണു ഒരു വീഡിയോയുമായി വന്നതിന് ശേഷമായിരുന്നില്ലേ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്? അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്തായാലും വിവാദമാകുമെന്നുള്ളത് എനിക്കറിയാമെന്ന്. അതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്? എല്ലാത്തിനും തുടക്കമിട്ടിരുന്നത് രേണു തന്നെയായിരുന്നില്ലേ? അവസാനം കിച്ചു എന്ന് പ്രതികരിച്ചപ്പോൾ എല്ലാവരും ഇപ്പോൾ കിച്ചുവിന് നേരെയല്ലേ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അമ്മയും മകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയല്ല. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ ആദ്യ കാരണം രേണു തന്നെയാണ്. രണ്ടാമതേ കിച്ചുവായി വരുന്നുള്ളൂ. കാരണം രേണുവിൻ്റെ വീഡിയോക്ക് മറുപടിയായിട്ടാണ് കിച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത്. പക്ഷേ കിച്ചു ആ വീഡിയോയിലൂടെ കാണിച്ച കാര്യങ്ങളോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം അത് കാണിക്കേണ്ട സന്ദർഭം ഇതായിരുന്നില്ല. കിച്ചുവിനെ അത് എത്രയോ മുമ്പേ കാണിക്കാമായിരുന്നു. അതിനെക്കുറിച്ച് കിച്ചുവിന് പ്രതികരിക്കാമായിരുന്നു. കിച്ചുവിൻ്റെ പല വീഡിയോക്ക് താഴെയും ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത് കിച്ചുവിന് ഒരു കണ്ടന്റാക്കിയെടുത്ത് കിച്ചുവിന് അന്ന് പ്രതികരിക്കാമായിരുന്നു. കിച്ചു പ്രതികരിച്ച സമയം ഒട്ടും ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരി തന്നെയാണ് ഞാൻ. ഇപ്പോൾ രേണു അസുഖവുമായി മല്ലിടുന്ന ഒരു സമയമാണ്. ഈ സമയം രേണുവിന് അധികം ടെൻഷൻസോ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളുമില്ലാതെ മനസ്സിന് നല്ല സമാധാനം വേണ്ടിയ സമയമായിരുന്നു. പക്ഷെ പുള്ളിക്കാരിയായി തുടക്കമിട്ട ഒരു കാര്യം കുറച്ച് പക്വതയോട് കൂടിയിട്ടെങ്കിലും കിച്ചുവിനെ ഡീൽ ചെയ്യാമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരി തന്നെയായിരുന്നു ഞാൻ. കിച്ചുവിനെ പാടെ തള്ളിക്കളയുവാനും പറ്റില്ല. കിച്ചുവിന്റെ ഉള്ളിലെ വേദനകളാണ് അവൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു പ്രായപൂർത്തിയായ മകന്റെ വേദനയായിരുന്നു കിച്ചു വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നത്. കിച്ചുവിന്റെ വീഡിയോയ്ക്ക് ശേഷം രേണു ഇറക്കിയ വീഡിയോയോ, അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു അമ്മ മകനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോയായിരുന്നു അത്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടത്രേ. അതെല്ലാം പുറത്തു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം പോലും പോകുമെന്നായിരുന്നു രേണു ആ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നത്. മുമ്പ് കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് കിച്ചു വന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വല്ല പെണ്ണുകേസെല്ലാം എൻ്റെ തലയിൽ കൊണ്ടിടുമെന്നുള്ളത്. അതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് രേണുസുതി പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. രേണുവിൻ്റെ വീഡിയോ കാണുമ്പോൾ രേണുവിനോട് എന്തോ കിച്ചു മിസ്ബിഹേവ് ചെയ്ത പോലെയുള്ള സംസാരമാണ് രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെയും ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇത്രയും രേണുവിനോട് മോശമായി പെരുമാറിയ മകനെയാണോ മകൻ എന്നെല്ലാം വിളിച്ചുകൊണ്ട് രേണുസുതി നടന്നിരുന്നത്? നിങ്ങൾ തമ്മിലുള്ള വ്ളോഗുകളും വീഡിയോസുമെല്ലാം രേണു തന്നെയല്ലേ പങ്കുവെക്കാറുണ്ടായിരുന്നത്?
കിച്ചു എൻ്റെ മകനാണ്, എൻ്റെ മൂത്ത മകൻ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നത്. കിച്ചു അങ്ങനെയൊരു മോശക്കാരനാണെങ്കിൽ രേണു എന്നോ അവനിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതല്ലേ? പിന്നെ എന്തിനായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള നാടകമെല്ലാം നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത്? പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുവാനുള്ള സമയമല്ല ഇപ്പോൾ. രേണുവിൻ്റെ ആരോഗ്യസ്ഥിതിയാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി കാണേണ്ടത്. രേണുവിനോട് പല ആളുകൾക്കും സഹതാപം തോന്നിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കിച്ചുവിൻ്റെ വീഡിയോയും അതിനുശേഷമുള്ള രേണുവിൻ്റെ വീഡിയോയും. രേണുവിൻ്റെ വീഡിയോയ്ക്ക് ശേഷം രേണുവിന് ഒരുപാട് ഹെയ്റ്റ്സാണ് വന്നുകൊണ്ടിരുന്നത്. പല ആളുകളും അവരുടെ വീഡിയോയ്ക്ക് താഴെ പോയി ചെയ്യുന്ന കമൻസിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. വയ്യാതിരിക്കുന്ന ഒരാളോട് ചാവാൻ വേണ്ടി പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ദയവ് ചെയ്ത് നമ്മളെല്ലാവരും അവരെ ഇഗ്നോർ ചെയ്തു വിടുക. ഈ സമയം അവർ മനസമാധാനത്തോടെ ആ അസുഖത്തിൽ നിന്ന് കരകയറി വന്നതിന് ശേഷം പോരെ അവരെ ഇനി ചാപ്പ കുത്തുന്നത്. എന്തായാലും അമ്മയും മകനുമായിട്ടുള്ള പുതിയ തല്ലുകളൊന്നും യൂട്യൂബിൽ വരാതെ സൂക്ഷിക്കുക. കാരണം ഇത് കാലാകാലവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് അതുപോലെ തന്നെ ഉണ്ടാകും. ഋതപ്പനെല്ലാം വളർന്നു വന്ന് ആ കുട്ടിയെല്ലാം അറിയാവുന്നതെല്ലാം പ്രായം വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ദയവ് ചെയ്ത് ഈ വിഷയം ഇനിയും വഷളാക്കാതെ രണ്ടുപേരും സൂക്ഷിക്കേണ്ടതാണ്. എനിവേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. കിച്ചു സാൻ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണേ. അപ്പൊ എൻ്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. എന്നെ വെറുതെ വിട് കിച്ചു, എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഞാൻ ക്യാൻസർ വന്ന് ഇനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞല്ല. 50 ഘട്ടങ്ങളിൽ പോലും ഞാൻ ആരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ. ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം.
കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ, അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം, എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാനും അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയാൻ ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയത്, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ. നിന്റെ അമ്മ സ്വന്തം പെറ്റതള്ള നിന്നെ ഇട്ടിട്ട് പോയതൊട്ടുള്ള 1.5 വയസ്സുള്ള ഒട്ട കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല കിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു കിച്ചു, എന്നെ വെറുതെ വിട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സബ്സ്ക്രിപ്ഷൻ. ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ കിച്ചു. നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനു മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച്, നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട്, എന്നെ ഇനി കുത്തി, ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്.
നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുത്തോ? നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ അടക്കും. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ ചേട്ടൻ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിടത്തില്ല മോനെ, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ, മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. 40 ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിനും പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കലിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട്, കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട, എന്നെ വന്ന് കാണണ്ട, ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ, വേണ്ട. ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്, എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ